പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പുണ്യദിനങ്ങളിൽ ജപമാലയുടെ ശക്തി സ്വന്തമാക്കിക്കൊണ്ട് ഒക്ടോബർ മാസത്തിന്റെ ചൈതന്യത്തിലായിരിക്കുന്ന അങ്ങേ മക്കളായി ഞങ്ങളെ ഇവിടുന്ന് കൃപ നിറച്ച് സ്വർഗത്തിന്റെ സഹായത്തില്, അമ്മയുടെ സാന്നിധ്യത്തില്, അമ്മയുടെ ശക്തമായ സംരക്ഷണത്തില് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിച്ചുകൊണ്ട് അമ്മയുടെ മാതൃക പിഞ്ചെന്ന് അമ്മയുടെ കൃപയിൽ നിന്ന് ശക്തി സംഭരിച്ച് ദൈവമക്കളായി ജീവിക്കുവാനുള്ള വലിയ അഭിഷേകവും കൃപയും ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സാന്നിധ്യം അതിനായി ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം, അമ്മയിൽ നിറഞ്ഞ കൃപ, അമ്മയുടെ സഹായം, അമ്മയുടെ സംരക്ഷണം അതുപോലെ അനുഭവിച്ചുകൊണ്ട് ഒത്തിരിയേറെ കഠിനതകളില്, പാപത്തിന്റെ മേഖലകളില്, ശക്തമായ പാഷണതകളില് അമ്മയുടെ ശക്തമായ മധ്യസ്ഥം ഇടപെട്ടതുപോലെ നമ്മുടെ കുടുംബത്തിലും മക്കളിലും ജീവിതത്തിലും അമ്മയുടെ വലിയ മധ്യസ്ഥം, അത്ഭുതങ്ങളും അടയാളങ്ങളും ശക്തമായി പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 39-ഉം 40-ഉം തിരുവചനങ്ങളാണ്. നമ്മളിവിടെ വായിക്കുന്നത് എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നതാണ്. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. മംഗളവാർത്ത സ്വീകരിച്ചതിന് ശേഷം പരിശുദ്ധ അമ്മ അറിഞ്ഞു എന്ത്? തന്റെ ഇളയമ്മയായ എലിസബത്ത് വാർദ്ധക്യത്തില് ഇതാ ഗർഭം ധരിച്ചിരിക്കുന്നു. അവൾക്ക് അത് 6-ാം മാസമാണെന്ന് അറിഞ്ഞു. ഇത് വേറെ ആരും പറഞ്ഞതല്ല, സ്വർഗത്തിൽ നിന്ന് നേരിട്ട് തിരിച്ചറിവ് അല്ലെങ്കിൽ വെളിപ്പെടുത്തല് കിട്ടി. എലിസബത്തും സഖറിയായും ഈ വാർദ്ധക്യാവസ്ഥയില്, ഗർഭം ധരിച്ചതിന്റെ അവസ്ഥയില് ആരോടും മിണ്ടാതെ കഥകടച്ചെന്ന പോലെ രഹസ്യമായിട്ട് കഴിയൂ. ഇത് സ്വർഗത്താൽ വെളിപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം അമ്മ എന്താ ചെയ്തേ? നമ്മൾ വായിക്കുകയാണ്. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. എന്നിട്ട് അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. ശലോം എലിസബത്ത്, അഭിവാദനം, സമാധാനം ആശംസിച്ചു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സ്വഭാവവും അതോടൊപ്പം തന്നെ ഒരു ആത്മീയ മേഖല നമ്മളിവിടെ കാണുന്നുണ്ട്. ദൈവത്തിന്റെ ഇടപെടൽ എവിടെയുണ്ടോ ആ ഇടപെടൽ ഉണ്ടാകുമ്പോൾ സമാനമായ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉള്ളവരെ, കൃപയുള്ളവരെ ദൈവം കൂട്ടിച്ചേർക്കുകയാണ്. എലിസബത്തും സഖറിയായും ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. വാർദ്ധക്യത്തിൽ സ്നാപയോഹന്നാൻ ജനിക്കുകയാണ്. ഇത് പരിശുദ്ധ അമ്മ, ദൈവകൃപ നിറഞ്ഞവൾ, വചനം മാംസം ധരിച്ചവൾ, ദൈവത്തിന് സമർപ്പിച്ചവൾ, ഈ അമ്മയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഒരു കൃപയുടെ സാന്നിധ്യം നൽകിക്കൊണ്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബത്തെ അമ്മ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന ദൈവിക പദ്ധതി വലിയൊരു രഹസ്യമാണ്. ഇനി അമ്മയുടെ സ്വഭാവത്തിലേക്ക് വരുമ്പോ തിടുക്കത്തില് ഇത് അറിഞ്ഞു. എലിസബത്തിന് സഹായം ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അവസ്ഥകളൊക്കെ തിരിച്ചറിഞ്ഞു. അമ്മ തിടുക്കത്തില് ഇത്ര കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് ഇതാ മലമ്പ്രദേശത്ത് കൂടെ വലിയ യാത്രയില് നടന്ന് ഈ അമ്മ ഈ എലിസബത്തിന്റെ
ഭവനത്തിൽ ചെല്ലുകയാണ്. എലിസബത്തിനെ സമാധാനം ആശംസിച്ചുകൊണ്ട് എലിസബത്തിന്റെ കൂടെ ഇതാ ആ കുടുംബത്തിന്റെ ആവശ്യകതയില്, വാർദ്ധക്യത്തിന്റെ അവസ്ഥയില്, 6-ാം മാസം ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയില് 3 മാസം വരെ അവിടെ താമസിച്ച് ആ മകൾക്ക് ശുശ്രൂഷ ചെയ്യുന്ന പരിശുദ്ധയമ്മ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവഹിതത്തിന് സമർപ്പിച്ച് ദൈവത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമ്മളായിരിക്കുമ്പോ സ്വർഗം ഇടപെട്ട് പരിശുദ്ധ അമ്മയെ നമ്മുടെ അരികിലേക്ക് അയക്കും. നമ്മള് ഈ ദിവസങ്ങളൊക്കെ കടങ്ങളുടെ പൊറുതിക്കായിട്ടും അപ്പൊ ദൈവഹിതം അറിഞ്ഞും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയില് ദൈവത്തിന്റെ ഇടപെടലിലൂടെ പ്രാർത്ഥിക്കുമ്പോ ദൈവം അയക്കുന്ന വലിയ സഹായികയാണ് പരിശുദ്ധയമ്മ. കൃപ നിറഞ്ഞ അമ്മ, വചനം മാംസം ധരിച്ച അമ്മ, യേശുവിനെ ഉദരത്തിൽ വഹിക്കുന്ന അമ്മ. അവിടെ എലിസബത്ത് പറഞ്ഞത്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ വീട്ടിൽ വരാൻ എനിക്കെന്ത് ഭാഗ്യം. ഇളയമ്മയാണെന്ന് ഓർക്കണം. കൊച്ചുമകളാ മറിയം. മാതാവിനെ ഇതാ എലിസബത്ത് എങ്ങനെയാ കണ്ടേ? എന്റെ കർത്താവിന്റെ അമ്മ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, മാതാവിനെ ഇളയമ്മ അതുപോലെ സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത തിരിച്ചറിവിൽ നിന്ന് പറയുക, എന്റെ കർത്താവിന്റെ അമ്മ, ദൈവമാതാവ് എന്റെ വീട്ടിൽ വരാൻ ഭാഗ്യം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് ഇതുപോലെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോ ഒത്തിരി കുറവുകളോ പോരായ്മകളോ വാർദ്ധക്യമോ ഏതവസ്ഥയിലുമാകട്ടെ, ദൈവം ഇടപെടുമ്പോ നമ്മുടെ കൂടെ, നമ്മുടെ ഇടയില്, നമ്മുടെ വീട്ടില്, നമ്മുടെ ആവശ്യങ്ങളില് പരിശുദ്ധ അമ്മയെ അയച്ചുകൊണ്ട് ദൈവം അതിശക്തമായ തന്റെ പ്രവർത്തിക്കും. നമുക്കറിയാം, കർത്താവിന്റെ അമ്മ, ദൈവകൃപ നിറഞ്ഞ അമ്മ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മാതാവിനെ കുറിച്ച് നമ്മൾ കേട്ടു. വചനത്തിന് സമർപ്പിച്ചവൾ, കർത്താവ് കൂടെയുള്ളവൾ, വചനം മാംസം ധരിച്ചവൾ. ഇതുപോലെ ശക്തിയായ ഒരു അമ്മയെ ഭാഗ്യം. അതാ പറഞ്ഞ എലിസബത്ത്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ വീട്ടിൽ വരാൻ ഭാഗ്യം. നമ്മൾ ഈ ഭാഗ്യമുള്ള മക്കളാ. നമ്മള് ഈ അമ്മയെ അതുപോലെ ചേർത്ത് പിടിച്ച് ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനകൾ ആവർത്തിച്ച് ഉരുവിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തില് ഇടപെടുത്തി നിറക്കി അവിടെ വിളിച്ചിറക്ക്. അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് മക്കളെ, വലിയ ഭാഗ്യം. അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രത്യേകിച്ചും അമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ മക്കളുടെ നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യം കണ്ടറിഞ്ഞ് ദൈവം ഇടപെട്ട് അമ്മയയക്കും. ഇത് എലിസബത്ത് ആവശ്യപ്പെട്ടിട്ടോ സക്രിയ ആവശ്യപ്പെട്ടിട്ടോ ഒരു സഹായം തേടിയിട്ടോ അല്ല. ദൈവം കണ്ട് മാതാവിനെ അങ്ങോട്ട് അയക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ നമ്മുടെ ആ മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ നിരവധിയായ ആവശ്യങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയെ അയക്കണമേ എന്ന് നമുക്കിന്ന് ദിവ്യകാന സന്നിധിയിൽ പ്രാർത്ഥിക്കാം. മാതാവ് അതുപോലെ തിടുക്കത്തിൽ വരും. അതാണ് മാതാവിന്റെ സ്വഭാവം. ആവശ്യം എവിടെയുണ്ടോ അത് കണ്ടറിഞ്ഞാൽ, ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ കിട്ടിയാൽ തിടുക്കത്തിൽ പിന്നെ നോക്കി നിൽക്കണ കാര്യമില്ല. തിടുക്കത്തിൽ ചെന്ന് അഭിവാദനം. ആ മാതാവിന്റെ സാന്നിധ്യം തന്നെ സമാധാനം, ശാലോം. ഇങ്ങനെയാണ് പറയാ, ശാലോം എലിസബത്തെ, അങ്ങേക്ക് സമാധാനം. ഈ സമാധാനം നൽകിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് കടന്നു വരുന്ന ഒരു സജീവ സാന്നിധ്യമായിട്ട് പരിശുദ്ധമ്മ വരും. ദിവ്യകാല സന്നിധിയില് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് ഉച്ചത്തിൽ ഉരുവിട്ട് പ്രകീർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ അഭിവാദനം, സമാധാനം എന്ന് പറഞ്ഞ് ആശംസിച്ച് ആ സമാധാനം നൽകുന്ന സമാധാനത്തിന് സാന്നിധ്യമായി ഞങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ നിറയണം, വാഴണം. പ്രത്യേകിച്ചും നമ്മുടെ മക്കളില് ഈ സമാധാനം നിറയട്ടെ, ഈ കൃപ നിറയട്ടെ. അമ്മ അവരെ പൊതിഞ്ഞു പിടിക്കട്ടെ. അമ്മ ഭാഗ്യമാണെന്നുള്ള തിരിച്ചറിവ് ഈ എലിസബത്തിന് ലഭിച്ചതുപോലെ കർത്താവിന്റെ അമ്മ എന്റെ കൂടെയുണ്ട്. ആ ഭാഗ്യം അത് നമ്മുടെ മക്കൾ അനുഭവിച്ചറിയട്ടെ. അതിനുവേണ്ടി എന്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് വലിയ ദാഹത്തോടെ എളിമയോടെ ഇന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ജപമാലകൾ മാക്സിമം ചൊല്ലി നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ ഒരു അഭിഷേകം, ഞാൻ പറയാണ്, ദിവസങ്ങളൊക്കെ മാതാവിൽ നിറഞ്ഞ അഭിഷേകവും മാതാവിന്റെ സാന്നിധ്യത്തിലൂടെ ലഭിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ അതുപോലെ പ്രാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സാത്താന്റെ ആധിപത്യങ്ങള്, തന്ത്രങ്ങള്, കുടിലതകള്, പൈശാചികതകള്
അവന്റെ വശീകരണങ്ങള്, അവനുമായിട്ട് ബന്ധപ്പെട്ട അടിമത്തങ്ങള്, ബന്ധനങ്ങള്, കെട്ടുകള്, രോഗങ്ങള്, തടസ്സങ്ങള് എല്ലാം മാറിപ്പോകും ഈ അഭിഷേകം നിറഞ്ഞാൽ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷത്തോടെ, വലിയ സ്നേഹത്തോടെ മാതൃസന്നിധിയില് മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ സാന്നിധ്യത്താല് നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, ഇനി നമ്മുടെ മക്കളുടെ നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി അമ്മയുടെ സാന്നിധ്യം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എലിസബത്തിന്റെയും സഖറിയായുടെയും വാർദ്ധക്യത്തിനുള്ള ഗർഭധാരണത്തിന്റെ സഹായം ആവശ്യം ആയിരിക്കുന്ന അവസ്ഥ അറിഞ്ഞുകൊണ്ട് അമ്മ തിടുക്കത്തിൽ ചെന്ന പോലെ നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ മക്കളിലേക്കും ആവശ്യം കണ്ടറിഞ്ഞ് സ്വർഗമയക്കും അമ്മ വരും. തിടുക്കത്തിൽ കടന്നു വരട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയില് ഈ ഒരു സാന്നിധ്യ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. വിശുദ്ധ കുർബാനയിലും ആരാധനയിലും ജപമാലയിലും ഒക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. ദിവസങ്ങളൊക്കെ ഒത്തിരി ധ്യാനങ്ങളും ഒത്തിരി ശുശ്രൂഷകളുമാണ്. എങ്കിലും കർത്താവ് നമ്മെ അഭിഷേകത്തോടെ നയിക്കുന്നു. വലിയ പ്രാർത്ഥനയിൽ എല്ലാവരും ആയിരിക്കണേ. നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും വലിയ സ്നേഹത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി മാതൃസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അമ്മയുടെ ഇടപെടലും അമ്മയുടെ സഹായവും അനുവദിച്ചു നൽകിക്കൊണ്ട് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്ന അവിടുത്തെ വലിയ സാന്നിധ്യത്തെയോർത്ത്, കാരുണ്യത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അമ്മയുടെ സന്നിധിയില് ഇതുപോലെ ഒരുമിച്ച് കൂടി അമ്മയുടെ മധ്യസ്ഥത്തില് അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കാനുമായിരിക്കാനും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ ഇത്രമാത്രം കൃപകളും സാന്നിധ്യവും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയുന്നതിനെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് അമ്മയോടൊപ്പം മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും രക്തസാക്ഷികളോടും ചേർന്ന് ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. കൃപ ചൊരിയുന്ന കർത്താവേ, ശക്തിപ്പെടുത്തുന്ന കർത്താവേ, ഇടപെടുന്ന കർത്താവേ, അമ്മയെ അയച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ സഹായവും കൃപയും നൽകുന്ന ഈശോയെ, ആരാധന, ആരാധന, മഹത്വം, 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 സ്തുതി, 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 മഹത്വം, ആരാധന. ഈശോയെ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിയുന്ന കൃപകളെയോർത്ത്, സ്വർഗത്തിന്റെ സഹായത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എലിസബത്തിന്റെയും സഖറിയായുടെയും കുടുംബത്തില് വാർദ്ധക്യാവസ്ഥയില്, ഗർഭസ്ഥാവസ്ഥയില് ആവശ്യം അറിഞ്ഞ് അത് അമ്മയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത് അമ്മയിൽ കൃപ നിറച്ച ആ അഭിഷേകത്തില് തിടുക്കത്തില് ആ സഹായം കൊടുത്തുകൊണ്ട് അമ്മയെ എലിസബത്തിന് അരികിലേക്ക് അങ്ങാണല്ലോ അയച്ചത്. ഈശോയെ, അമ്മയുടെ സാന്നിധ്യത്തില് ഞങ്ങളായിരിക്കുമ്പോ, ഞങ്ങളുടെ മക്കളെ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ ഈശോയെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മക്കളായിരിക്കുന്ന ആവശ്യങ്ങളില്, അവസ്ഥകളില് അമ്മയുടെ സാന്നിധ്യം നിറയാൻ ഇടയാക്കണമേ. അമ്മയോട് ഈശോയെ, അവിടെ നിന്നാണല്ലോ പറഞ്ഞത് ഈ അവസ്ഥയില് അങ്ങയുടെ സാന്നിധ്യത്തില് അമ്മയെ നിറച്ച് എലിസബത്ത് അരികിലേക്ക് സഹായം ചെയ്യാൻ 3 മാസം വരെ താമസിച്ച് ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി അങ്ങ് അയച്ചല്ലോ. ഈശോയെ, ആ വലിയ അഭിഷേകം ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിന് നൽകണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളില്, ഞങ്ങളുടെ മക്കളുടെ നിരവധിയായ ആവശ്യങ്ങൾ, അവരുടെ പഠന മേഖല, അവരുടെ ജോലി മേഖല, അവരുടെ സ്വഭാവത്തിന്റെ മേഖല, ചില അടിമത്തങ്ങള്, ചില പ്രലോഭനങ്ങള്, ചില പാപ സാഹചര്യങ്ങള്, ഈ നിരവധിയായ ആവശ്യങ്ങളില് അമ്മയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അമ്മ മാതാവേ, അമ്മയിൽ നിറഞ്ഞ ആ വലിയ കൃപയുടെ വചനത്തിന്റെ ശക്തി സാന്നിധ്യം അമ്മയിലൂടെ ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കുമ്പോ ഏത് അവസ്ഥയിലും, ഏത് തകർച്ചയിലും, ഏത് രോഗത്തിലും, ഏത് ആവശ്യത്തിലും അമ്മയുടെ സാന്നിധ്യം
ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതിൽ അമ്മ മാതാവേ, അമ്മയുടെ വലിയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയില് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകം നിറയ്ക്കണമേ. അമ്മയുടെ സാന്നിധ്യം, സഹായം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മേരി മനോജ്ഞേ ദൈവമാതാവേ, പാപികൾ ആശ്രയം നീയേ, ഞങ്ങൾക്കഭയം നീയേ, ഞങ്ങൾക്കഭയം നീയേ. ദിവ്യകാരുണ്യശോയെ, അമ്മയുടെ വലിയ സാന്നിധ്യത്തിലും അമ്മയുടെ വലിയ സംരക്ഷണത്തിലും ഞങ്ങളെല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയില് എല്ലാ മക്കളെയും, ഞങ്ങളെല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവരുടെ നിരവധിയായ ആവശ്യങ്ങളോടെ തിരുസന്നിധിയില് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ വേദനകള്, സങ്കടങ്ങള്, അവരുടെ ആവശ്യങ്ങള്, യുവത്വത്തിന്റെ കാലഘട്ടത്തില്, പഠിക്കുന്ന കാലഘട്ടത്തില്, വളർച്ചയുടെ കാലഘട്ടത്തില് ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ ആരോഗ്യവും സന്തോഷവും കൃപയും, അവർക്ക് ആവശ്യമായ ജ്ഞാനം, ബുദ്ധി, അറിവ്, വിവേകം, ഭക്തി, ദൈവകൃപ, ദൈവിക സമാധാനം, ഇതെല്ലാം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ഈശോയെ, പഠിക്കുന്ന മക്കള് നന്നായിട്ട് പഠിക്കട്ടെ, ജോലി ചെയ്ത മക്കള് നന്നായിട്ട് ജോലി ചെയ്യട്ടെ, ജോലി തേടുന്ന മക്കൾക്ക് അനുയോജ്യമായ ജോലി ലഭിക്കട്ടെ, വിവാഹം നടക്കാത്ത മക്കൾക്ക് അനുയോജ്യനായ ജീവിത പങ്കാളികളെ നൽകണമേ, പഠനം തടസ്സപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് പഠനത്തിൽ വിജയം നൽകണമേ. കർത്താവേ, അങ്ങയുടെ മക്കളെ എല്ലാ ആവശ്യങ്ങളിലും ഇടപെട്ട് അമ്മയുടെ മധ്യസ്ഥത്തില്, അമ്മയുടെ സഹായത്തില്, അമ്മയുടെ സാന്നിധ്യത്തില് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുവാൻ കനിവാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ എലിസബത്തിന്റെ വീട്ടിലേക്ക്, സക്രിയായുടെ വീട്ടിലേക്ക്, സ്നാപക യോഹന്നാന്റെ അരികിലേക്ക് അയച്ച കർത്താവേ, ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ അരികിലേക്ക് അമ്മയെ അയക്കണമേ. അമ്മ കടന്നു ചെന്ന് ഞങ്ങളുടെ മക്കൾക്ക് സമാധാനം നൽകട്ടെ. സമാധാനം നഷ്ടപ്പെട്ട, സന്തോഷം നഷ്ടപ്പെട്ട എല്ലാ മേഖലകളിലും അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ മക്കളെ സഹായിക്കട്ടെ, സമാധാനം നൽകട്ടെ, കൃപ നിറയ്ക്കട്ടെ, വിശുദ്ധി നൽകട്ടെ, പൈശാചിക ശക്തികളെ തകർത്തെറിയട്ടെ. അങ്ങനെ അമ്മയുടെ സംരക്ഷണത്തില് ഞങ്ങളുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ദിവ്യകാരുണ്യശോയെ, ഒരു വലിയ അഭിഷേകം, ഒരു വലിയ കൃപ ഞങ്ങളുടെ മക്കൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തില് ഞങ്ങൾ ഒരുമിച്ച് ഈ സമയം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മേൽ ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ചും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗരാജ്യത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യശോയെ, ഞങ്ങളുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. അങ്ങ് കണ്ടറിഞ്ഞ് ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഇടപെടണമേ. അമ്മയെ അയച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ മാതൃസ്നേഹവും മാതൃ വാത്സല്യവും മാതാവിന് സംരക്ഷണവും അമ്മയിൽ നിറഞ്ഞ കൃപയും ദൈവിക ചൈതന്യവും അതിലൂടെ സമാധാനം, സന്തോഷം, വിശുദ്ധി, ആരോഗ്യം, തിരിച്ചറിവ്, ജ്ഞാനം എല്ലാം നിറച്ചു നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ മക്കളുടെ എല്ലാവിധ ആവശ്യങ്ങൾക്കും വേണ്ടി ഒരു നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുകയും അത് പൂർത്തീകരിക്കപ്പെടാൻ അമ്മയെ അയക്കണമേ എന്ന് അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് വ്യക്തിപരമായിട്ടൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.